ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പുതുതായി വെള്ളാപ്പ് തൃക്കരിപ്പൂർ വെള്ളാപ്പ് റോഡ് കാസർഗോഡ് ജില്ല പുതുതായി തുടങ്ങിയ വീലാൻഡ് പാർക്കിനെ അമ്യൂസ്മെൻറ്റ് പാർക്കിനെ പറ്റിയാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പം സ്റ്റാർട്ടിങ് ടൈമായിരുന്നു ഓപ്പണിംഗ് ടൈം അധികം ആളൊന്നും ഉണ്ടായിട്ടില്ല. ഇനോഗ്രേഷനെ സംബന്ധിച്ച് കുറച്ച് ആൾക്കാർ വന്നതല്ലാതെ അങ്ങനെ കൂടുതൽ ആൾക്കാരായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ അത് പ്രവർത്തിച്ച് തുടങ്ങിയത്. ഇത് കാണുന്നത് ആ വെള്ളത്തിൻ്റെ തിരമാല പോലത്തെ സംഭവമാണ്. പക്ഷേ ഇത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഭാഗികമായി അതിൻ്റെ വെള്ളം ഫിൽറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നേ ഉള്ളൂ. വെള്ളം അണുവിമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് കുറച്ച് ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ കുറച്ച് അത്യാവശ്യം വന്നു തുടങ്ങുന്നുണ്ട്. അത്യാവശ്യം വൈകിട്ടൊക്കെ നല്ല ആൾക്കാരുണ്ട്. നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. കയറുന്ന എൻട്രൻസ് തന്നെ ഇതുപോലൊരു ചെറിയ പാലം കണക്കത്തെ ഉണ്ടാവും. പാലം പോലത്തെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വാട്ടർ ഫൗണ്ടൈൻ്റെ ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവം. വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നൊരു സംഭവം. മ്യൂസിക്കൊന്നുമില്ല, സാധാ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇങ്ങനെ ഷോ മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയും വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഇതാണ് കുട്ടികൾ കളിക്കാനുള്ള. ഏകദേശം കുട്ടികളൊക്കെ ഇതിൽ തന്നെയാണ് കളിക്കുന്നത്. ഇതിന് ചാർജ് വരുന്നത് കാരണം സെപ്പറേറ്റാണ് ഇപ്പോൾ ചാർജ്. ഇതിന് 50 രൂപയാണ് ചാർജ് വരുന്നത് എല്ലാത്തിനും. ഇത് ഈ കാണുന്ന ഈ സാധനത്തിനും 50 രൂപ തന്നെയാണ്. എൻട്രി ഫീസായിട്ട് വാങ്ങിച്ചത് 100 രൂപയാണ്. ഇപ്പോൾ നിലവിൽ 100 രൂപയാണ് വാങ്ങിക്കുന്നത്. ഇതും കുട്ടികളുടെ റൈഡാണ്. ഇത് 50 രൂപയാണ് ഇതിനും ചാർജ് ആക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് നന്ന ചെറിയ കുട്ടികൾക്കൊന്നും ഇല്ലയെന്ന്, ക്യാഷ് ഇല്ലയെന്ന്. പക്ഷേ ഇവിടെ ഞാൻ ഇന്നലെ പോയപ്പം എല്ലാ ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം കുട്ടികളതല്ലേ, അപ്പം പിന്നെ എല്ലാവർക്കും പൈസ വാങ്ങിച്ചാൽ അവർക്കൊരു ഇതാവും. അതുകൊണ്ടാണ്. പിന്നെ ഈ സംഭവം കണ്ടിന്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് കുറച്ച് സമയം വരെ ഇതുപോലെ ഏറെ നിറച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് വെള്ളം നിറക്കുന്ന സാധനമാണ്. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒക്കെ കുറേ സ്റ്റാളുകളുണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഒക്കെ സ്റ്റാളുണ്ട്. ഈ പാലത്തിലൊക്കെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള സംഭവം. പിന്നെ ഇത് സൈക്കിള് മേലെ കൂടി ഇങ്ങനെ ഒരു റോപ്പിൻ്റെ മേലെ കൂടി പോകുന്ന സംഭവമാണ്. ഇതിനും സെപ്പറേറ്റ് ചാർജാണ്. കുറേ ആൾക്കാർ ഇത് എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കുറേ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ക്യാഷ് കൊടുത്തിട്ടുള്ള സംഭവം മാത്രമല്ല. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളും ഒരു 5 വയസ്സ് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്ന സാധനം, ഒരു 4 സീറ്ററായിട്ട് വട്ടത്തിൽ കറങ്ങുന്ന, അതുപോലെ തന്നെ നമ്മൾ ഈ ഊഞ്ഞാൽ പോലത്തെ സംഭവം, തോണിയെല്ലാം ഇല്ല, അതുപോലത്തെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ട്രെയിനാണ്. ഇത് മുതിർന്നവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇതിൽ സഞ്ചരിക്കുക. ഇതൊന്നും ആ ഏരിയ മൊത്തം കറങ്ങിയിട്ട് വരും. ഏരിയ മൊത്തമല്ല, റൈറ്റ് സൈഡല്ല, അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, അതായത് സെൻറ്റർ മുതൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതിൻ്റെ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് കൂടെ ഫുള്ള് കറങ്ങിയിട്ട് വരും അത്. അപ്പോൾ ഇതാണ് ആ സൈക്ലിങ്ങിൻ്റെ. ഇങ്ങനെ റോപ്പ് കൂടി നടക്കുന്ന സംഭവങ്ങളുമുണ്ട്. ഫുള്ള് സേഫ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ്. റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു ഇതാണ്. കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ പാർക്ക്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്ക് എന്നില്ല. മറ്റത് കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് ഇതുപോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ ഇതും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിരങ്ങി വരാനുള്ള സംഭവങ്ങളാണ്. ഇതും വെള്ളമൊക്കെ ഫിൽറ്ററിങ് നടക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അതും ഇതാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഫ്രീ ആണ്. ഈ കാണുന്നത് കുട്ടികൾക്ക് നല്ലോണം കുട്ടികൾ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ടൈം പാസ്സാക്കാം. പിന്നെ ഇതാണ് ടവർ. ഈ ടവർ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നേരെ നടക്കുന്ന സമയത്ത് അവിടെ ടവർ കാണാം. കുറേ ആൾക്കാർ വൈകിട്ടൊക്കെ നല്ലോണം ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയറാണ്. ഞാനും കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ നല്ല ഇതാണ്. ഇത് കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ ഈ ആകാശത്തൊട്ടിലുണ്ട്. ആകാശത്തൊട്ടിലിനും സെപ്പറേറ്റ് ചാർജാണ്. ഇത് വരുന്നത് ഏകദേശം പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇവിടെ ഹൗസ് ബോട്ടുണ്ട്. ഹൗസ് ബോട്ട് പ്രവർത്തിക്കുന്നില്ല. ഹൗസ് ബോട്ട് തൽക്കാലം പ്രവർത്തനരഹിതമാക്കിയിട്ട് അവിടെ നിർത്തിയിട്ടാണ് ഉള്ളത്. പിന്നെ 2 സീറ്റർ കയാക്കിംഗ് ഉണ്ട്. പിന്നെ സ്പീഡ് ബോട്ടുണ്ട്.
അതുപോലെ തന്നെ 4 പേര് 5 പേരാണെന്ന് അറിയില്ല, 4 സീറ്റാണ് കണ്ടത്, 5 സീറ്റ് പോലെ കണ്ടിരുന്നു. 4 പേരാണ് അധികം കയറുന്നതിൽ. അപ്പോൾ 4 പേർക്ക് പെർ ഹെഡ് ഈ സ്പീഡ് ബോട്ടിന് വരുന്നത് 200 രൂപയാണ് അവർ ചാർജ് ആക്കുന്നത് പെർ ഹെഡ്. അതുപോലെ തന്നെ ഇതിന് 300 രൂപ, ഈ 4 ആൾക്കാർ ഇരിക്കുന്നതിന് 300 രൂപയാണ് അവർ ചാർജ് ആക്കുന്നത്. അത് നമ്മൾ തന്നെ സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ പോകണം. സൈക്കിൾ ചവിട്ടുമ്പോൾ ചവിട്ടിയിട്ട് ഇങ്ങനെ പോകണത് സഞ്ചരിക്കണം. പിന്നെ 2 പേരിരിക്കുന്ന കയാക്കിൻ്റെ ആ തോണിക്ക് ചെറിയ വഞ്ചി പോലത്തെ ഒരു സംഭവം, നമ്മൾ തുഴഞ്ഞിട്ട് പോകുന്നത്. സേഫ്റ്റി കാർഡൊക്കെ ഉണ്ടാവും, വെള്ളത്തിലുണ്ടാവും. അപ്പോൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് ചാർജ് ആക്കുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ 2 ആളുണ്ടെങ്കിൽ, കപ്പിൾസ് എല്ലാം ആണെങ്കിൽ അവർക്ക് പോകാൻ വേണ്ടി 200 രൂപ ചാർജ് ആവും. പിന്നെ ഇതൊക്കെ കുട്ടികൾക്കുള്ള റൈഡുകൾ തന്നെയാണ്. ഇത് വരുന്നത് കുറച്ച് ലെഫ്റ്റ് സൈഡിൽ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് ഫുഡ് കോർട്ടുണ്ട്. ഇവിടെ പോപ്കോണും മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, ജ്യൂസ് ഐറ്റംസ്, കോക്ടെയിൽ ജ്യൂസ്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഇവിടെ തികച്ചും ഫ്രീ ആണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതിന് ചാർജ് ഉണ്ട്. ഈ കാണുന്ന ഈ മേലോട്ട് പോകുന്ന ഇതും ഫുഡ് കോർട്ടിൻ്റെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ. അതായത് നമ്മൾ കയറി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് കാണുന്നത് ഇത് ഉള്ളത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം ആൾക്കാർ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ. പിന്നെ ഇത് ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു വനത്തിൻ്റെ മോഡലാക്കിയതാണ്. വന്യജീവികളെ മോഡലൊക്കെ അതിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൊക്കോഡൈലിൻ്റെ മോഡല്, ചിമ്പാൻസി, അതുപോലെ തന്നെ പുള്ളിമാൻ, ചെറിയ കലമാൻ, അങ്ങനത്തെ എല്ലാം മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞാലും ജസ്റ്റ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയും നമുക്കൊരു വനത്തിനുള്ളിൽ പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. മരങ്ങളൊക്കെ താണു കിടക്കുന്ന മരങ്ങൾ, വലിയ വലിയ മരങ്ങളൊക്കെ, ഇതൊക്കെ അതിലുള്ള ഒരു തന്നെയാണ്. ഒരു മുതലകളും ഇതൊക്കെയുള്ള ഒരു ഫീലിംഗ്, നമ്മൾ ശരിക്കും ഒരു കാട്ടിൽ പോയ ഫീലിംഗ്, ഒരു പ്രതീതി തരുന്ന ഒരു സംഭവങ്ങളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മാൻകൂട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചധികം മാനുകളുണ്ട്, ഒരു മാന് മാത്രമല്ല. ഇതുപോലെ. പിന്നെ ഈ ലവിൻ്റെ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസ് ആയതുകൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടാണുള്ളൂ. അപ്പോൾ ഇവിടുന്നും ഫോട്ടോസൊക്കെ എടുക്കുക. സീറ്റിൽ നിന്നതിന് ശേഷം ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ നേരത്തെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല ഈ സംഭവം ഇപ്പം ഫിൽറ്ററിങ് ഒക്കെ നടക്കുന്നു. ഞാൻ പോയ സമയത്ത് ചെറുങ്ങനെ വെള്ളം അതിൽ മേലെയുള്ള സാധനത്തിൽ വെള്ളം ഇങ്ങനെ മറിയുന്ന ആ രീതിയിലുള്ള. അപ്പോൾ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ചാർജ് മാറ്റം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളെ വിസ്മയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ടോട്ടൽ ഒരു ചാർജ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനുശേഷം എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റുള്ളവരും കൂടെ അറിയട്ടെ അതിൻ്റെ അപ്ഡേഷൻ. അപ്പോൾ എല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.